കാട്ടിലെ ഒരു വേട്ടയാടലെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ചെന്നായ്ക്കളുടെ വോൾസ് ഒരു കൂട്ടം വളരെ തന്ത്രപരമായി ഒരു വലിയ ഇരയെ വേട്ടയാടി വീഴ്ത്തുന്നു. അവിടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ആൽഫ ലീഡർ ആ ഇരയെ ഒറ്റക്ക് തിന്ന് തീർക്കാറുണ്ടാ. താൻ മാത്രം ഭക്ഷണം കഴിച്ച് വിശപ്പടക്കിയാൽ പോരാ, വരാനിരിക്കുന്ന കൊടിയ ശൈത്യകാലത്തെ അതിജീവിക്കാനും അടുത്ത വേട്ടക്കിറങ്ങാനും തൻ്റെ ടീമിലെ എല്ലാവർക്കും എനർജി വേണമെന്ന് ആ ലീഡർക്കറിയാം. അതിനാൽ അവർ ആ വിജയം പങ്കിടുന്നു. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഡീൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമറുമായി ഒരു വിലപേശൽ നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? എങ്ങനെ എനിക്ക് പരമാവധി ലാഭം കിട്ടണം, ഏതൊരു വശത്ത് നിൽക്കുന്ന ആൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റമറോ ആ സപ്ലയറോ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? ഇല്ല. ഞാൻ നിങ്ങളുടെ ഇന്നർ പവർ കോച്ച് OH റഹ്മാൻ. വരുമോ? ഇല്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഇന്നർ പവർ കോച്ച് OH റഹ്മാൻ. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റീഫൻ കോവിയുടെ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ സീരീസിലെ 4ാമത്തെ തത്വമാണ്. തിങ്ക് വിൻ വിൻ. വിജയം എന്ന് ചിന്തിക്കുക. അതായത് വെറും ഒരു ബിസിനസ് ടെക്നിക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ടെക്നിക്കോ അല്ല ഇത്. ലോകത്തിലെ വമ്പൻ കോർപ്പറേറ്റ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ ഉപയോഗിക്കുന്ന ഒരു മൈൻഡ് സെറ്റായത്. മനുഷ്യൻ്റെ ബ്രെയിനെ പ്രധാനമായും 2 രീതിയിലാണ് ബിസിനസ് ഡീലുകളെ കാണുന്നത്. തലച്ചോറിലെ ആദിമ ഭാഗമായ റെപ്റ്റീലിയൻ ബ്രെയിൻ, അടിയിലുള്ള ഭാഗം, ആദ്യം ഉണ്ടായ ബ്രെയിനാണ്. അവിടെ എപ്പോഴും അതിജീവനത്തിന്, സർവൈവലിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവിടെ എപ്പോഴും സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് അഥവാ ക്ഷാമത്തിൻ്റെ മാനസികാവസ്ഥയാണ് ഉണ്ടാവുക. അതായത് ലോകത്ത് വളരെ കുറച്ച് റിസോഴ്സുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മറ്റൊരാൾ ജയിച്ചാൽ അതിനർത്ഥം ഞാൻ തോറ്റു എന്നാണ്. ഒരു പിസ്സ മുറിച്ചെടുക്കുമ്പോൾ ഒരാൾ വലിയ കഷ്ണമെടുത്താൽ മറ്റേയാൾക്ക് ചെറിയ കഷ്ണം ലഭിക്കുന്നത് പോലെ ഇതിൽ നമ്മൾ വിൻ ലൂസ് എന്ന് വിളിക്കുന്ന ഈ തത്വം, അതായത് ഞാൻ ജയിക്കും നീ തോൽക്കും എന്നൊരു മികച്ച സംരംഭകൻ തൻ്റെ ഇന്നർ പവർ ഉപയോഗിച്ച് തലച്ചോറിലെ ഏറ്റവും വികസിച്ച ഭാഗമായ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ ബ്രെയിൻ വെച്ചിട്ട് ഇതിനെ ആക്റ്റീവ് ആക്കും. അപ്പോൾ അവിടെ അബണ്ടൻസ് മൈൻഡ് സെറ്റ് അഥവാ സമൃദ്ധിയുടെ മാനസികാവസ്ഥ ജനിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ, എലോൺ മസ്ക് ആയിരുന്നല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, അല്ലേ? എത്ര 300 ബില്യണോ സംതിങ് ആയിരുന്നു, അതിൻ്റെ താഴെ. പിന്നെ നമ്മളെന്ത് വിചാരിക്കുക, ഇയാൾ ഇനി വളരുമായിരിക്കും, 310 320. എന്താ സംഭവിച്ചത്? നേരെ 1000 കടന്നങ്ങോട്ട് പോയില്ലേ. പ്രപഞ്ചം നമ്മൾ വിചാരിക്കണ പോലെ അല്ല. സമൃദ്ധി അവിടെ കാത്തു നിൽക്കുക, എത്ര വേണമെങ്കിലും വരാൻ തയ്യാറായിട്ടു. ഇവിടെ ഉള്ളതിന് വേണ്ടി കടിപിടി കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അബണ്ടൻസ് മൈൻഡ് സെറ്റ്, സമൃദ്ധിയുടെ മാനസികാവസ്ഥ ജനിച്ചാൽ ലോകത്ത് എല്ലാവർക്കും ജയിക്കാനുള്ള അവസരവും പണവും ഉണ്ട്. ഞാൻ ജയിക്കുന്നതിനോടൊപ്പം എനിക്കും നിനക്കും ജയിക്കാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ വിൻ വിൻ. ബിസിനസ് വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ബിസിനസ്സിലും ജീവിതത്തിലൊക്കെ ആളുകൾ തമ്മിൽ ഇടപെടുന്ന 4 പ്രധാന രീതികളുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഒന്ന് വിൻ ലൂസ്, ഞാൻ ജയിക്കും നീ തോൽക്കും. സപ്ലയറെ ഭീഷണിപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വാങ്ങിക്കുക. താൽക്കാലികമായി നിങ്ങൾക്ക് ലാഭം കിട്ടിയേക്കാം, എന്നാൽ അടുത്ത തവണ ആ സപ്ലയർ നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞ സാധനം തന്ന് നിങ്ങളെ ചതിക്കും. റിലേഷൻഷിപ്പ് അവിടെ തകരും. നമ്പർ 2 ലൂസ് വിൻ, ഞാൻ തോൽക്കാം നീ ജയിച്ചോ. കസ്റ്റമർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലാഭം പോലും ഇല്ലാതെ വലിയ ഡിസ്കൗണ്ട് കൊടുത്ത് പ്രൊഡക്റ്റ് വിൽക്കുക. കസ്റ്റമർ ഹാപ്പിയാണ്, പക്ഷെ നിങ്ങളുടെ കമ്പനി നഷ്ടത്തിലാകും. ഇതൊരു ബിസിനസ്സുകാരൻ്റെ ലക്ഷണമല്ല, ദുർബലനായ ഒരു മനുഷ്യൻ്റെ ലക്ഷണം. 3ാമത്തത് ലൂസ്, ഞാൻ തോൽക്കാം നീയും തോൽക്കണം. 2 ഈഗോ ഉള്ള ബിസിനസ്സുകാർ തമ്മിൽ മത്സരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാ: എനിക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ എതിരാളി തകരണമെന്ന് ചിന്തിച്ച് വിലക്കുത്തനെക്കുറിച്ച് മാർക്കറ്റ് മുഴുവൻ നശിപ്പിക്കുക. അവസാനം 2 പേരും തകരും. 4ാമത്താണ് വിൻ വിൻ, നമുക്ക് 2 പേർക്ക് വിജയിക്കാം. ഇതാണ് ഹൈലി എഫക്റ്റീവായ ലീഡർമാരുടെ രീതി. ഒരു കസ്റ്റമർ വന്ന് ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ വില കുറച്ച് ലൂസ് വിൻ ആകുന്നതിന് പകരം അവരോട് പറയാം, ഈ ബജറ്റിൽ ചെയ്യാൻ കഴിയില്ല, ആ ബജറ്റിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മികച്ച സൊല്യൂഷൻ ഞാൻ നൽകാമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സർവീസ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറയാം. ഇവിടെ കസ്റ്റമർക്ക് വാല്യൂ ലഭിച്ചു, നിങ്ങളുടെ ലാഭവും കുറഞ്ഞില്ല എന്ന രീതിയിൽ അത് മാനേജ് ചെയ്യണം. ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് എന്താ പറയുക വെച്ചാൽ ഇതെന്ന് ഓർക്കുക, ബിസിനസ് അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞത് ഒരു യുദ്ധക്കളമല്ല, അതൊരു കൊളാബറേഷനാണ്. കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലയർ നിങ്ങളുടെ എതിരാളിയല്ല, നിങ്ങളുടെ ബിസിനസ് പങ്കാളിയാണ്. ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ എനർജി പൂർണ്ണമായും ഫോക്കസ് ചെയ്യേണ്ടത് ഒരൊറ്റ ചോദ്യത്തിലാണ്: എനിക്ക് വേണ്ടത് എങ്ങനെ കിട്ടും, അതോടൊപ്പം ഇവർക്ക് വേണ്ടത് എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും. ഈ ഒരു സിനർജി കണ്ടുപിടിക്കാൻ കഴിയുന്നവർക്കേ ബിസിനസ്സിൽ കോടികളുടെ വലിയ ഡീലുകൾ ഉറപ്പിക്കാൻ കഴിയൂ. ഇന്നത്തെ ടാസ്ക് ഇതാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കസ്റ്റമറുമായോ സ്റ്റാഫുമായോ അല്ലെങ്കിൽ പാർട്ട്ണർമാരുമായിട്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങോ വിലപേശലോ നടക്കാൻ പോകുന്നുണ്ടാവും. അതിന് പോകുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുത്ത് 2 കോളങ്ങൾ വരയ്ക്കുക. 1ാമത്തെ കോളത്തിൽ ഈ ഡീലിൽ നിങ്ങളുടെ വിജയം എന്താണ് എഴുതുക. 2ാമത്തെ കോളത്തിൽ എതിർവശത്ത് നിൽക്കുന്ന ആളുടെ വിജയം എന്തായിരിക്കും എന്ന് എഴുതുക.
മീറ്റിങ്ങിൽ പോയി സംസാരിക്കുമ്പോൾ ആ രണ്ടാമത്തെ കോളത്തിൽ അവർക്ക് വേണ്ട കാര്യം കൂടി സാധിച്ചു കൊടുക്കാൻ ഒരു വഴിയുണ്ടോ എന്ന് ചിന്തിക്കുക. അത് പ്രാവർത്തികമാക്കുക. നിങ്ങളുടെ ബിസിനസ് റിലേഷൻഷിപ്പുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു വിൻ വിൻ ഡീൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അല്ലേ? എന്നാൽ നമ്മൾ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ സംസാരിക്കാനല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സമയമുണ്ടോ? മിക്ക ആൾക്കാരും കേൾക്കുമ്പോൾ തന്നെ അറിയാം, മറുപടി പറയാൻ വെമ്പി നിൽക്കുക, എന്നിട്ട് കേൾക്കില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെ പിന്നെ ഒരു കസ്റ്റമറുടെ മനസ്സിലുള്ളത് കൃത്യമായിട്ട് വായിച്ചെടുക്കുക? ഇത് 5ാമത്തെ തത്വമാണ്. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു അണ്ടർസ്റ്റുഡ്. നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്യാം. അതുവരെ നിങ്ങളുടെ ബിസിനസ്സിൽ അബൻഡൻസ് മൈൻഡ് സെറ്റ് മാത്രം നിലനിർത്തുക. സ്റ്റേ പവർഫുൾ. ഓൾറൈറ്റ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.